എല്ലാവർക്കും നമസ്കാരം. ജോയ്ഫുൾ സൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ജോയ്സൺ, ഒരു ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. MDMA, എക്സ്റ്റസി, മോളി ഈ പേരുകൾ പ്രത്യേകിച്ചും കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലും പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഈ MDMA? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയധികം ആശങ്കകൾ ഉയരുന്നതായിട്ട്? ചിലർ പറയുന്നത് പോലെ ഇതൊരു പാർട്ടി ഡ്രഗ് മാത്രമാണോ, അതോ ഇതിന് ഗുരുതരമായിട്ടുള്ള അപകടങ്ങളും ഉണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് MDMA കുറിച്ചാണ്. എന്താണ് ഈ ലഹരി വസ്തു? ഇത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെയും ശരീരത്തെയും ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് വളരെ അപകടകാരിയായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഇതിൻ്റെ ഉപയോഗം ഒരു പ്രശ്നമായിട്ട് മാറിയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നീ കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ശരിയായിട്ടുള്ള അറിവാണ് സുരക്ഷിതത്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ആദ്യപടി എന്ന് പറയുന്നത്. സോ ആ ശരിയായിട്ടുള്ള അറിവ് നേടിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആദ്യമായി എന്താണ് MDMA? ഇതൊരു കൃത്രിമ ലഹരി അഥവാ സിന്തറ്റിക് ഡ്രഗ് ആയിട്ടുള്ള MDMA എന്ന് പറയുന്നത് 3,4-മെത്തിലീൻ ഡയോക്സി മെറ്റാ ആംഫിറ്റമൈൻ എന്നത് പ്രകൃതിയിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ലാബുകളിൽ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ഒരു ലഹരി വസ്തുവാണിത്. പല രൂപങ്ങൾ, പല പേരുകൾ. ഇത് സാധാരണയായി ഗുളിക രൂപത്തിൽ, അതായത് പല നിറങ്ങളിലും ഡിസൈനുകളിലും അതിനെ എക്സ്റ്റസി എന്ന് വിളിക്കുന്നു, അങ്ങനെ പല പേരുകൾ. അല്ലെങ്കിൽ ക്രിസ്റ്റൽ പൊടി രൂപത്തിൽ, ഇതിന് നമ്മൾ സാധാരണയായിട്ട് മോളി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? MDMA പ്രധാനമായിട്ടും ഒരു സ്റ്റിമുലൻ്റ് ആണ്, അതായത് തലച്ചോറിനെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുന്ന ഒന്ന്. അതോടൊപ്പം ആളുകളോട് സ്നേഹം, അടുപ്പം, സഹാനുഭൂതി എന്നിവ തോന്നാൻ പ്രേരിപ്പിക്കുന്ന ഒരു എംപതോജൻ അല്ലെങ്കിൽ ഒരു എനാക്ടോജൻ കൂടിയാണ് ഇത്. ഈ സ്നേഹം തോന്നിക്കുന്ന ഫലം കാരണം ഇതിനെ ചിലപ്പോഴൊക്കെ ഹഗ് ഡ്രഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇത് തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് നോക്കാം. ഇതിൻ്റെ ആകർഷണവും യാഥാർത്ഥ്യവുമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. MDMA നമ്മുടെ തലച്ചോറിനെ നാഡീകോശങ്ങൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ചില പ്രധാന രാസവസ്തുക്കൾ, അവയെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, അവയുടെ പ്രവർത്തനത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇതിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും 3 രാസവസ്തുക്കളുടെ അളവ് തലച്ചോറിൽ മാറ്റുന്നതായിട്ട്, വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെയാണ് സെറോട്ടോണിൻ. നമ്മുടെ മാനസികാവസ്ഥ അഥവാ മൂഡ്, ഉറക്കം, വിശപ്പ്, മറ്റുള്ളവരോടുള്ള അടുപ്പം, സ്നേഹം, വിശ്വാസം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ സെറോട്ടോണിൻ. ഈ MDMA ഉണ്ടല്ലോ, സെറോട്ടോണിൻ്റെ അളവ് വലിയ തോതിൽ കൂട്ടുകയാണ്. ആ സെറോട്ടോണിനെ വലിയ രീതിയിൽ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉപയോഗിക്കുന്നവർക്ക് സന്തോഷവും സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇത് സ്വാധീനിക്കുന്ന രാസവസ്തുവാണ് ഡോപ്പമൈൻ. സന്തോഷം, സംതൃപ്തി, ഊർജം എന്നിവ നൽകുന്ന റിവാർഡ് കെമിക്കലാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഈ MDMA ഉണ്ടല്ലോ, ഇതിൻ്റെ അളവും വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായിട്ട് നോറെപ്പിനെഫ്രൈൻ എന്ന് പറയും നമ്മൾ. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഊർജ്ജസ്വലത എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളുടെ ബ്രെയിനിൽ ഉള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണിത്. സോ ഇതിൻ്റെ അളവും പ്രവർത്തനവും ഈ MDMA വർദ്ധിപ്പിക്കുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആകർഷണത്വവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രാസവസ്തുക്കളുടെ ഉണ്ടല്ലോ, പെട്ടെന്നുള്ള വർധനവ് കാരണം ഉപയോഗിക്കുന്നയാൾക്ക് താൽക്കാലികമായി അതിയായി സന്തോഷം, കൈൻഡ് ഓഫ് യുഫോറിയ, ഊർജം, ആളുകളോടുള്ള സ്നേഹം, സംഗീതം കൂടുതൽ ആസ്വദിക്കാൻ തോന്നുന്നൊരവസ്ഥ, ഇനി മറ്റുള്ളവരെ തൊട്ടറിയുന്നതിലുള്ള അല്ലെങ്കിൽ എൻഹാൻസ് സെൻസറി പെർസെപ്ഷൻസ് എന്നിവയൊക്കെ അനുഭവപ്പെടാം. പാർട്ടികളിലും മറ്റും കൂടുതൽ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ഇടപഴകാൻ ഇത് സഹായിക്കുമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ താൽക്കാലിക സുഖത്തിന് പിന്നിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ MDMAയുടെ ഈ അപകടങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. MDMA ഒരു അപകടമില്ലാത്ത പാർട്ടി ഡ്രഗായി കാണുന്നത് വലിയ തെറ്റാണ്. ഇതിന് ഗുരുതരമായിട്ടുള്ള, ചിലപ്പോൾ മാരകമായേക്കാവുന്ന
പല അപകടങ്ങളും ഉണ്ടാക്കാം. അതിലാദ്യം തന്നെ ഹ്രസ്വകാലമായിട്ടുള്ള ഷോർട്ട് ടേം റിസ്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് അതീവ ശരീര താപനില. MDMA ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തും. ഇത് ശരീര താപനില അപകടകരമായിട്ടുള്ള രീതിയിൽ ഉയരാൻ കാരണമാവും. പ്രത്യേകിച്ച് ഡാൻസ് ചെയ്യുന്ന അടച്ചിട്ട സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് കിഡ്നി, കരൾ, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കാനും മരണം സംഭവിക്കാനും വരെ കാരണമായേക്കാം. അതെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മരണം വരെ സംഭവിക്കാൻ ഇതുകൊണ്ട് കാരണമായേക്കാം. അടുത്തൊരു പ്രധാന അപകടഫലമാണ് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ. ശരീര താപനില കൂടുന്നതും അമിതമായിട്ടുള്ള വിയർപ്പും കാരണം നിർജ്ജലീകരണം സംഭവിക്കാം. എന്നാൽ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് അപകടകരമായി കുറയാനും ഇതിനെ നമ്മൾ ഹൈപ്പോനൈട്രേമിയ എന്ന് പറയുന്ന അവസ്ഥ, അതിനും കാരണമായിട്ട് ഈ MDMAയുടെ ഉപയോഗം കാണാറുണ്ട്. അടുത്ത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കൂടുന്നത് ശരീരാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. പ്രത്യേകിച്ചും മുൻപേ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവരിൽ ഈ അപകടാവസ്ഥ വളരെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഓക്കാനം, പേശിവലിവ്, കാഴ്ചമങ്ങല്, വിറയല്, അപസ്മാരം, സീഷേഴ്സ് എന്നിവയൊക്കെ ഈ MDMAയുടെ ഉപയോഗം ഉണ്ടാവാം. ഇനി മാനസിക പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഉപയോഗത്തിന് ശേഷം കടുത്ത വിഷാദം, ഇതിനെ നമ്മൾ കം ഡൗൺ അല്ലെങ്കിൽ സൂയിസൈഡ് ട്യൂസ്ഡേസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, സംശയരോഗം, ആശയക്കുഴപ്പം എന്നിവ സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട്. തലച്ചോറിലെ സെറോട്ടോണിന്റെ അളവ് കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് മറ്റ് ലഹരികളായിട്ടുള്ള പ്രവർത്തനം ഇനി എങ്ങനെയാ? മറ്റ് ലഹരി വസ്തുക്കളുമായോ ചില മരുന്നുകളുമായിട്ടോ, പ്രത്യേകിച്ച് ചില ആന്റി ഡിപ്രസന്റുകൾ അവയായിട്ട് ചേരുമ്പോൾ MDMA കൂടുതൽ അപകടകാരിയാകാം. ഇനി MDMA ലോങ് ടേം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. സ്ഥിരമായ ഉപയോഗം ഉണ്ടല്ലോ, തലച്ചോറിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾക്ക് നാശം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇത് ദീർഘകാലം നിലനിൽക്കുന്ന ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, വിഷാദം, ഉത്കണ്ഠ, ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാവാം. മനസ്സിലാക്കുക, ഇവയൊക്കെ ദീർഘകാലം നിലനിൽക്കുന്ന അവസ്ഥയായിട്ട് മാറാനുള്ള സാധ്യത ഈ MDMA കൊണ്ട് ഏറെയാണ്. അടുത്ത തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് വിഷാദം, ഉത്കണ്ഠ രോഗങ്ങൾ, ഡിപ്രസീവ് ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ എന്നിവ വരാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. ഇനി അഡിക്ഷൻ രീതിയിൽ ചിന്തിക്കുമ്പോൾ MDMA ഉപയോഗം അഡിക്ഷനിലോട്ട് വളരെയധികം നയിക്കാം. ഇതിനെ MDMA യൂസ് ഡിസോർഡർ നമ്മൾ പറയും. ഉപയോഗം നിർത്താൻ കഴിയാതെ വരിക, ഉപയോഗിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തോന്നുക, ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെ ഇത് ബാധിക്കുക എന്നിവയെല്ലാം അഡിക്ഷന്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അപകടാവസ്ഥയാണ് ഈ MDMAയുടെ ഒപ്പമുള്ള മായം ചേരലിൻ്റെതായിട്ടുള്ള അപകടം എന്ന് പറയുന്നത്. ദ റിസ്ക് ഓഫ് അഡൾട്രേഷൻ. പാലിലൊക്കെ വെള്ളം ചേർക്കാമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ MDMAയിലും ഇന്ന് വെള്ളം ചേർക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള മായം ചേർത്ത അവസ്ഥ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടാവസ്ഥയാണ്. ഇന്ന് വിപണിയിൽ കിട്ടുന്ന MDMA എന്ന് പറയുന്ന പല ഗുളികകളിലും അല്ലെങ്കിൽ പൊടികളിലും യഥാർത്ഥത്തിൽ MDMA എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലായിരിക്കും ഇവ ഉണ്ടാവുക. പകരം മറ്റ് അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളായിട്ടുള്ള ഉദാഹരണത്തിന് PMA, PMMA, മറ്റ് സ്റ്റിമുലന്റുകൾ, ചിലപ്പോഴുണ്ടല്ലോ എലിവിഷം വരെ പോലും ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള മായങ്ങൾ പലപ്പോഴും MDMAയിൽ കാണാം. ഇത് എന്താണെന്നോ എത്ര അളവിലുണ്ടെന്നോ അറിയാതെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവും. ഇനി നിങ്ങൾ MDMA ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടാണ് സാധിക്കുക? ഹൗ ടു പ്രിവെന്റ് ദ യൂസ് ഓഫ് MDMA ആൻഡ് ഹെൽപ്പ് യുവർ ഡിയർ വൺസ്. ലെറ്റ്സ് സീ. ആദ്യം തന്നെ ഈ അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ശരിയായിട്ടുള്ള അറിവ് നേടുക, അക്യുറേറ്റ് ഇൻഫർമേഷൻ. MDMA കുറിച്ചും മറ്റ് ലഹരി വസ്തുക്കളെ കുറിച്ചും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. സുഹൃത്തുക്കൾ പറയുന്നതോ ഇന്റർനെറ്റിൽ കാണുന്നതായിട്ടുള്ള തെറ്റായ വിവരങ്ങളെ വിശ്വസിക്കാതിരിക്കുക. ഇതൊന്നും കുഴപ്പമില്ല എന്ന വാദങ്ങളെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആസ് വെൽ ആസ് യുവർ ഡിയർ വൺസ്. ഇത് പ്രശ്നകാരി തന്നെയാണ്. വേണ്ട എന്ന് പറയാനായിട്ട് പഠിക്കുക. ലേൺ ടു സേ നോ. പാർട്ടികളിലോ മറ്റ് സൗഹൃദ കൂട്ടായ്മകളിലോ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധമുണ്ടായാലുണ്ടല്ലോ, വേണ്ട എന്ന്
ഉറച്ചു പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കാം. നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വേണ്ടാന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളുണ്ടല്ലോ നിങ്ങളുടെ ആ തീരുമാനത്തെ മാനിക്കുന്നതായിട്ട് കാണാം. ഇനി അടുത്തതായിട്ട് പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായം തേടുക. അതെ, റെക്കഗ്നൈസ് യുവർ പ്രോബ്ലംസ് ആൻഡ് സീക്ക് ഹെൽപ്പ്. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ MDMAയോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പഠനത്തെയോ ജോലിയെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സഹായം തേടാൻ ഒരിക്കലും മടിക്കരുത്. ഡോക്ടർമാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ലഹരി വിമോചന കേന്ദ്രങ്ങൾ, ഹെൽപ്പ് ലൈനുകൾ, ഉദാഹരണത്തിനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ദിശ, 1056 എന്ന് പറയുന്ന ദിശ, വിമുക്തി മുതലായിട്ടുള്ള ഹെൽപ്പ് ലൈനുകളെയും ആൾക്കാരെയും ഒക്കെ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് തേടാവുന്നതാണ്. ഇവരൊക്കെയും യഥേഷ്ടം നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറായിട്ട് അവൈലബിളുമാണ്. മനസ്സിലാക്കുക, ചികിത്സയിലൂടെയും പിന്തുണയിലൂടെയും അഡിക്ഷനിൽ നിന്ന് മോചനം നേടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ MDMA എന്നത് താൽക്കാലികമായിട്ടുള്ള ചില സുഖങ്ങൾ നൽകുമെങ്കിലും അതിഗുരുതരവും ചിലപ്പോൾ മാരകവുമായിട്ടുള്ള അപകടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു കൃത്രിമ ലഹരി വസ്തുവാണിത്. തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഹ്രസ്വകാലത്തും ദീർഘകാലത്തും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അഡിക്ഷൻ സാധ്യത, മായം ചേരാനുള്ള അപകടം എന്നിവയെല്ലാം ഇതിനെ വളരെ അപകടകാരിയാക്കുന്നുണ്ട്. ഓർക്കാം, ലഹരിയുടെ ഉപയോഗം ഒരു കളിയല്ല. ശരിയായ അറിവ് നേടുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ആവശ്യമെങ്കിൽ സഹായം തേടുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡിക്ഷൻ എന്നതുണ്ടല്ലോ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തു വരാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ നിന്ന് MDMAയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ലഭിച്ച പ്രധാനപ്പെട്ട വിവരം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ദയവായി ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകൾ ഒഴിവാക്കണം. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോട്ട് ഇവ എത്തിക്കുന്നതിനായിട്ട് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ സഹായം ആവശ്യമെങ്കിൽ ദയവായി ഒരു ആരോഗ്യ വിദഗ്ധനെ, ഒരു മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഒരു ഡോക്ടറെയൊക്കെ ബന്ധപ്പെടണം. പുതിയൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.